Hi dears, Nishi's Kitchen Vlogs like swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഫ്താറിനും ഈസ്റ്ററിനും എല്ലാം സ്പെഷ്യൽ ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ട് ആണ് സേമിയ കസ്റ്റാർഡ് ഫ്രൂട്ട് ഡിസേർട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് 2 കപ്പ് പാല്. ഇനി തീ കത്തിച്ച് ഇത് തിളപ്പിക്കാം. തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് 2 കപ്പ് പാല് എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ പാലാണ്. 1 കപ്പ് 250 ml. ഇപ്പൊ പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സേമിയ ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം വീണ്ടും കുറച്ച് സമയം തിളപ്പിച്ച് സേമിയ വേവിച്ചെടുക്കാം. ഞാനിപ്പോ എടുത്തത് വറുത്ത സേമിയാണ്. വറുക്കാത്ത സേമിയ ആണെങ്കിൽ ഒരു പാനിലിട്ട് കളർ മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തതിനു ശേഷം ചേർക്കാം. ഇപ്പൊ സേമിയ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടാവും ഇത് പോവാൻ വേണ്ടിട്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര പഞ്ചസാര ചേർക്കാം. ഞാനിപ്പം ഏകദേശം ഒരു 1/2 കപ്പിന്റെ അടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തണുത്ത പാലൊഴിച്ച് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത് കട്ടയില്ലാതാക്കി എടുക്കാം. ഇതിനി ഇതിലേക്ക് ഒഴിക്കാം. തീ കുറച്ച് വെച്ച് ഒഴിച്ച ഉടനെ ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇത് കുറച്ച് സമയം തിളക്കുമ്പോൾ നല്ല കട്ടിയായി കുറുകി വരും. അതുവരെ തിളപ്പിക്കാം. ഇപ്പം പാകത്തിന് കട്ടിക്കായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിനി ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കാം. സേമിയ കസ്റ്റാർഡ് മിക്സ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് നേന്ത്രപ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആപ്പിള്, കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുറിച്ചത്, പിസ്ത മുറിച്ചത്, കറുത്ത മുന്തിരി, പിന്നെ ടൂട്ടി ഫ്രൂട്ടി. ഇത് 2 ടീസ്പൂൺ കറുത്ത കസ്കസ് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം എടുത്താണ്. സബ്ജ സീഡ്സ് എന്നും പറയും. ഇനി ഈ സേമിയ കസ്റ്റാർഡ് ഡിസേർട്ട് സെർവ് ചെയ്യാൻ വേണ്ടി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ആദ്യം കറുത്ത കസ്കസ് കുതിർത്ത് വെച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ച സേമിയ കസ്റ്റാർഡ് മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് ലെയർ ആയിട്ട് ഇടുന്നത്. ഇതിന്റെ മേലെ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, നേന്ത്രപ്പഴം, ആപ്പിള്. ഇതിന്റെ മേലെ വീണ്ടും സേമിയ കസ്റ്റാർഡ് മിക്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മേലെ നട്ട്സ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, പിസ്ത, കറുത്ത മുന്തിരി, ടൂട്ടി ഫ്രൂട്ടി. ഇത് ചെറുതായി ഒന്ന് കുത്തി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിന്റെ നടുക്ക് ഒരു ചെറിയും കൂടി വെച്ചു കൊടുത്ത് നല്ല സ്റ്റൈലായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയ കസ്റ്റാർഡ് ഫ്രൂട്ട് ഡിസേർട്ട് റെഡിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.